ഹലോ, ഞാൻ ലിബിൻഡി. അപ്പൊ ഞാൻ ഇന്നൊരു സിനിമ കണ്ടു, അതായത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള, യു കോക്ക് എന്നും പറഞ്ഞൊരു പടം. പടം ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ന്യൂജൻ ഫിലിം ആയിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ ഈ പടം എന്ന് പറഞ്ഞാൽ ഒരു പഴഞ്ചൻ കൾച്ചറിലേക്ക് പോണ ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഒരു തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവം, ഒരു വൺ ടൈം വാച്ചബിൾ മൂവി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ അഭിനയിച്ചതെന്ന് പറഞ്ഞാൽ ഇതിലൊരു പുതുമുഖ നടനാണ്. അതായത് നടന്റെ പേര് എനിക്ക് രഞ്ജിത്ത് സജീവോ അങ്ങനെ കണ്ടാണ് നടന്റെ പേര്. പക്ഷെ പുതുമുഖനാണ്, എന്നാലും കുഴപ്പമില്ല. കാരണം പുതുമുഖമായാലും നല്ല രീതിയിൽ ചെയ്തു. പിന്നെ പുള്ളി ഈ രഞ്ജിത്ത് സജീവിനെ കൂടാണ്ട് ഈ പടത്തില് ജോണി ആന്റണി, അതായത് ഈ പുള്ളിയുടെ ഫാദറായിട്ട് ജോണി ആന്റണി നല്ല കിട്ടില് രസമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ദ്രൻസ് ഒക്കെ ഈ ജോണി ആന്റണിയുടെ ഒരു കൂട്ടുകാരനായിട്ടൊക്കെ വരും. പുള്ളി നല്ല രീതിയിൽ, പുള്ളി ഒരു അച്ഛന്റെ കഥാപാത്രമാണ് ചെയ്തേക്കണേ, ഒരു പള്ളിയിൽ അച്ഛന്റെ റോളാണ് ചെയ്തേക്കണേ. എന്തായാലും പടം ഒരു ഗംഭീര പടം. അതായത് പടത്തിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന പിള്ളേര്, അപ്പൊ അവിടെ ചെന്നുള്ള ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ മെയിൻ ആയിട്ടും പറയുന്നത്. പിന്നെ നല്ല മെസ്സേജ്, അതായത് ഒരുമാതിരി മെസ്സേജ്, നല്ല മെസ്സേജ് ഒരെണ്ണം കിട്ടുന്നുണ്ട്. അതായത് കഷ്ടപ്പെട്ട് അവിടെ അത് പടം കാണുമ്പോ കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ഗംഭീരാണ്. പിന്നെ മനോജ് ജയനൊക്കെ കിഡ്നായിട്ട് ഒരു റോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവരൊക്കെ കൂടാണ്ട് അൽഫോൻസ് പുത്രൻ, പുള്ളിക്കാരൻ ഗംഭീരമായിട്ട്, പുള്ളിക്കാരന്റെ സ്ലാങ് ആയാലും കാര്യമായാലും അത് രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ചുരുക്കി പറഞ്ഞ ഒരു തിയേറ്ററിൽ കാണാവുന്ന ഒരു പടം, ഒരു വൺ ടൈം വാച്ചബിൾ ആണെങ്കിൽ തിയേറ്ററിൽ തന്നെ ഗംഭീരമായിട്ട് കാണാവുന്ന ഒരു പടമാണ് ഈ പടം. ഈ പടത്തിൽ നല്ല പാട്ടുകളും കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പടത്തിന്റെ ലിറിസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ട് ശബരീഷ് വർമ്മയാ പുള്ളിക്കാരൻ. അതേപോലെ ഇപ്പൊ പ്രേമത്തിലെ മറ്റേ പാട്ട് പോലെ എന്തോ സംഭവിക്കുന്നു തോന്നണേ. എന്തായാലും ആ പാട്ടൊക്കെ നമുക്ക് ആ പടത്തിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് കിട്ടി. പിന്നെ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കിട്ടലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്യാമറ ഒക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഓരോരുത്തരും ഇതിൽ കിടുക്കി ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ജുപിള്ള നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതായത് ജോണി ആന്റണിയുടെ കൂട്ടുകാരനായിട്ട് മഞ്ജുപിള്ളിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ സീരിയൽ നടി, എനിക്ക് എന്റെ മാനസപുത്രിയുടെ ഒരു സീരിയൽ നടിയില്ലേ, അതാണോ അറിയില്ല. പണ്ടത്തെ സുരേഷ് ഗോപിയുടെ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു നടി, എനിക്ക് ആ നടിയുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ സീരിയൽ നടിയായിട്ടും മറ്റേ മീര വാസുദേവൻ, അവരാണ് ഈ ശരിക്കും പറഞ്ഞ ഈ നായിക എന്നല്ല, മറ്റേ ജോണി ആന്റണിയുടെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ഈ മീര വാസുദേവ് എന്ന് പറഞ്ഞ. പടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നല്ല 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 കണ്ടിരിക്കുക. അത് സ്റ്റോറി മൊത്തം പ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് തന്നെ എന്താണ് വരാൻ പോണെന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആ ഇരിക്കുന്നത് കാണാൻ പറ്റുന്ന സംഭവമാണ്. അതായത് നമുക്ക് എന്താ പറയാ, അതായത് ഇന്നത്തെ കാലത്ത് ഈ പിള്ളേരൊക്കെ പുറം രാജ്യങ്ങൾക്ക് പോണ സംഭവിച്ചു, അതൊക്കെ ലാസ്റ്റ് മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് കിഡ്നായിട്ട് ചെയ്തിട്ടുണ്ട്. മനോജ് ജയനൊക്കെ അതാണ് പറഞ്ഞ കിഡ്നായിട്ട് ചെയ്തിട്ടുണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ യൂത്ത് കാണേണ്ട ഒരു പടം, അതായത് പിള്ളേരായ പോരും പോകാൻ ഇരിക്കണ പിള്ളേര്, അങ്ങനെയുള്ളവർ കാണേണ്ട ഒരു പടമാണ് ഈ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. പിന്നെ പടത്തില് ഫൈറ്റും കാര്യങ്ങളും അങ്ങനെ വലിയ രീതിയിലില്ല, എന്നാലും ചെറിയൊരു ഒന്ന് രണ്ട് അടികളുണ്ട് തോന്നും. ഒന്ന് രണ്ടല്ല, ഒരെണ്ണം കണ്ടിട്ടുണ്ട്. അതിന്റെ പേരിൽ ഉണ്ടാവുന്ന കൊല്ലാപ്പോളാണ് പടത്തിന്റെ ഇത്. അതെന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണും. എന്തായാലും നല്ലൊരു പടമാണ്. യു കോക്ക്, അതായത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള, എന്തായാലും നല്ലൊരു പടം കേട്ടോ. പിന്നെ വേറെ കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളു. എന്തായാലും നല്ലൊരു പടം, നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു പടം. അതായത് പുറത്തേക്ക് പോകാനിരിക്കുന്ന ചെറുപ്പക്കാർ പിള്ളേര് അവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ ഈ പടത്തിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അവ കണ്ടു നോക്കി. എന്തായാലും കിടിലം പടം. ശരി.